തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ട 1000-ലധികം വനിതകളുടെ നേതൃത്വത്തിൽ വടക്കൻ പറവൂരിൽ പ്രതിഷേധ സംഗമം നടന്നു. പ്രതികളായവരെ സംരക്ഷിക്കുന്ന പോലീസിന്റെ നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം. നോർത്ത് പറവൂരിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. 3400 പേരുടെ പൈസയാണ് അവർ വാങ്ങിയിട്ടുള്ളത്. 1-2 പേരല്ല, 3400. ഇന്നലത്തെ കണക്ക് ഞങ്ങൾ എടുത്തതനുസരിച്ച് 3400-ൽ പരം ആളുകളുടെ പണം. പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പ്രധാന ചോദ്യം, പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടും അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, സമരം ശക്തമാക്കിയാൽ, റോഡ് ബ്ലോക്ക് ചെയ്താൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന ഭീഷണിയും. രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരിൽ ഒരാളും പിന്തുണയുമായി രംഗത്തില്ലാത്തതും പ്രതിഷേധത്തിന് കാരണമായി. സ്ത്രീകൾക്ക് സംരക്ഷണം ഹൈക്കോടതി ഉത്തരവുണ്ട്. റോട്ടിൽ നിന്ന് നിങ്ങൾ മാറിയിക്കുക, നിങ്ങൾ പിരിഞ്ഞു പോവുക. നിയമപരമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 പ്രതികൾ സ്റ്റേഷനിലേക്ക് പോവുക, കാര്യങ്ങൾ പറഞ്ഞുതരാം. റോട്ടിൽ നിന്ന് മാറിയിക്കുക. നമ്മളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ഒഴിവാക്കാനായിട്ട് പോലീസിനെ ഉപയോഗിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരായിട്ട് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവരായിട്ട് കുറെ മാനദണ്ഡമാണ്. അപ്പൊ ഇത് വെറും ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമായി ഒതുക്കാണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള, സാധാരണക്കാരായ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണമായിട്ട് എന്ത് കണക്കാക്കണം. പിന്നെ അതുപോലെ 2023 നമ്മുടെ ശിവകുട്ടി സംസ്ഥാന തല ഉദ്ഘാടനം നടത്തുന്ന ബഹുമാനായ മന്ത്രി അദ്ദേഹം ഉദ്ഘാടനം നടത്തി. പിന്നെ നമ്മുടെ ഈ പറവൂര് നമുക്ക് എല്ലാവർക്കും വിശ്വാസവരായ, നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന VD സതീശൻ, അദ്ദേഹം അതിന്റെ ഉദ്ഘാടനം നടത്തി. അതുപോലെ തന്നെ ഹൈബീഡ്, ഇവരെല്ലാവരും അത് ഉദ്ഘാടനം നടത്തിയപ്പോ നമ്മൾ വിശ്വസിച്ചു പോയി. കാരണം ഇവരൊന്നും കാണാതെ വരില്ലല്ലോ, ഒരു ജെനുവിനായിട്ടുള്ള കേസല്ലേ. നമ്മളെല്ലാവരും സംശയിച്ചു. ആദ്യമേ ഫസ്റ്റ് പണം താ, പിന്നെ ഞങ്ങൾ വണ്ടി തരാന്ന് പറഞ്ഞപ്പോ എല്ലാവരും സംശയിച്ചു. ഞാനും സംശയിച്ചു. ആദ്യ ഘട്ടത്തിൽ ഞാൻ പണം കൊടുത്തില്ല. പിന്നെ നോക്കിയപ്പോ നമുക്ക് പരിചയമുള്ള പോകാനായിട്ട് മുന്നിലെത്തുന്നത് അവർ പറഞ്ഞ് പറ്റിച്ചതായിരിക്കാം. എങ്കിൽ കൂടി ഇത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാര് ഒരു കാര്യം, പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കാനായിട്ട് എന്തുമാത്രം എളുപ്പമാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പകൽക്കൊള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നതാണ് ഇപ്പൊ ഈ JSS ട്രസ്റ്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ പാതിവില തട്ടിപ്പ്. ഇതിന്റെ ഭാഗമായിട്ട് സിജി മേരി, അതുപോലെ തന്നെ ഡോക്ടർ പ്രവീൺ, ഡോക്ടർ മധു, ഡോക്ടർ ശശീധരൻ തുടങ്ങിയ ആളുകളും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും, എന്നാൽ അവരിന്ന് മണിമാളികൾ കഴിയുകയും ഞങ്ങൾ തന്നെ ഈ വെയിലത്ത് നിന്ന് പ്രതിഷേധ ധർണയുമായിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണ് ഇന്നായിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പാതിവിലയുടെ പേരും പറഞ്ഞ് വലിയൊരു തുക കൊള്ളയടിച്ച് ഇവരുടെ ബിനാമികൾക്കും ഇവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി വലിയൊരു തുക സമ്പാദിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആയിരിക്കുക. ഇതിന് നേരെ നിയമപാലകർ എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിയമപാലകരും ഈ മഹാകൊള്ളയ്ക്ക് നേരെ കണ്ണു തുറന്ന് കണ്ടുകെട്ടി ഈ പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുകയും ഇവരുടെ പൈസ തിരിച്ചുവിടുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്.